നിങ്ങളെ കണ്ടിട്ട് ഒരു തൊഴിലാളിയുടെ ലുക്കൊന്നും ഇല്ലല്ലോ. നിങ്ങൾക്ക് ഈ ജോലിയൊക്കെ വഴങ്ങുവോ? ഞാൻ ചെയ്യാം സാർ. വലിയ കുടുംബത്തിൽ നിന്ന് വന്നയാളാണെന്ന് തോന്നുന്നു. ഇവിടെ ആകെ ഉള്ളത് ലേബർ പണിയാണ്. നിങ്ങൾ എന്ത് ജോലി പറഞ്ഞാലും ഞാൻ ചെയ്തോളാം. നാളെ മുതൽ പുതിയ മാനേജ്മെന്റ് വരാൻ പോവാ. ഇന്ന് പഴയ മാനേജ്മെന്റുമായി ഒരു മീറ്റിംഗ് ഉണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ തനിക്ക് ജോലി തരാൻ ബുദ്ധിമുട്ടാണ്. അങ്ങനെ പറയല്ലേ ചേട്ടാ. നിങ്ങളൊരു ജോലി കൊടുക്കുകയാണെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് വലിയ സഹായമാകും. ചേട്ടൻ വിചാരിച്ച് നടക്കും ചേട്ടാ. ചേട്ടൻ എന്ത് പറഞ്ഞാലും ഇപ്പോൾ ഉള്ള മാനേജ്മെൻറ്റ് ഉറപ്പായിട്ടും കേൾക്കും. നാളെ വരാൻ പോകുന്ന പുതിയ മാനേജ്മെൻറ്റ് എങ്ങനെയുള്ളവരാണോ എന്തോ. അതും ശരിയാണ്. താൻ ഇത്രത്തോളം പറഞ്ഞതുകൊണ്ട് അയാളെ ജോലിക്കെടുക്കാം. താൻ ബി ബ്ലോക്കിൽ പോയി പണിയെടുക്കുക. വേണ്ട ചേട്ടാ, ഇദ്ദേഹം ആദ്യമായിട്ടല്ലേ സി ബ്ലോക്കിൽ എന്നോടൊപ്പം ജോലി ചെയ്യട്ടെ. ഞാനെല്ലാം പറഞ്ഞു കൊടുക്കാം. ശരി, സി ബ്ലോക്കിലേക്ക് കൊണ്ടുപോകും. ഒരുപാട് താങ്ക്സ് ചേട്ടാ. വളരെ ഉപകാരം ചേട്ടാ. സൂക്ഷിച്ചൊക്കെ ജോലി ചെയ്യണം. രവി, നീ തന്നെ എല്ലാം പറഞ്ഞു കൊടുക്കണം. ശരി ചേട്ടാ. താങ്ക് യു. വാ. ശരി. ഫാക്ടറിയൊക്കെ നല്ല കണ്ടീഷനല്ലേ ആന്റി? നല്ല പ്രോഫിറ്റും ഉണ്ടാക്കുന്നുണ്ട് ഭാസ്കർ. പിന്നെ എന്തിനായിരിക്കും ആന്റി നമുക്ക് വിൽക്കുന്നത്? അവര് വിൽക്കുന്നെന്ന് പറഞ്ഞിട്ടില്ല. ഞാനാണ് നിങ്ങൾക്ക് വേണ്ടി കുറച്ച് കൂടുതൽ പൈസ കൊടുക്കാമെന്ന് പറഞ്ഞത്. എന്തൊക്കെയായാലും ശരി മോം, നമുക്ക് ഈ ഫാക്ടറി വിലയ്ക്ക് വാങ്ങണം. വരൂ, നമുക്ക് MD കാണാൻ പോവാം. സാർ, ഇതാ ഈ ഫയൽ നോക്കിയേ. ഹലോ, അംബികാദേവി മാഡം, വരൂ വരൂ, ഇരിക്കൂ. താങ്ക് യു സർ. ഇരിക്കൂ. മൈ ഡോട്ടർ കാർത്തിക. നമസ്തേ. സൺ-ഇൻ-ലോ അഖിൽ. ഹായ്. ഹായ് സർ. ഹലോ. ഹിസ് ബ്രദർ ഭാസ്കർ. ഹലോ സർ. താങ്ക് യു. ഇരിക്കൂ. താങ്ക് യു. എനിക്ക് ഈ ഫാക്ടറി വിൽക്കണമെന്നില്ല, പക്ഷേ നിങ്ങളുടെ ആന്റി എന്നെ നിർബന്ധിച്ചതുകൊണ്ടാ. എല്ലാവരും നല്ല പ്രൈസാണ് ഓഫർ ചെയ്തത്. അംബികാദേവി മാഡം, ഇന്നലെ ഞാൻ നിങ്ങളോട് പറഞ്ഞ പ്രൈസ് മാറി. വേറൊരു പാർട്ടി 25% കൂട്ടിത്തരാമെന്ന് പറഞ്ഞു. ഞങ്ങൾ 50% കൂടുതൽ തരാം. ആന്റി, ഇത്രയും ദൂരം വന്നിട്ട് തിരിച്ചു പോണമെന്നാണോ? എത്ര ആയാലും ശരി, നമുക്ക് ഈ ഫാക്ടറി വാങ്ങാം. ദാറ്റ് ഈസ് അംബികാദേവി. നാളെ ആകുമ്പോഴേക്കും പേപ്പർ വർക്ക് കംപ്ലീറ്റ് ചെയ്ത് വെക്കാം. നാളെ തന്നെ ഫാക്ടറി ഹാൻഡ് ഓവർ ചെയ്യാം. താങ്ക് യു സർ. ഞങ്ങൾക്ക് ഈ ഫാക്ടറി ഒന്ന് കാണാൻ പറ്റുമോ? വൈ നോട്ട്? എൻ്റെ മാനേജർ നിങ്ങളുടെ കൂടെ വന്ന് ഫാക്ടറി മുഴുവനും നിങ്ങളെ ചുറ്റിക്കാണിക്കും. ഈ ഫാക്ടറിയിൽ വേറെ ഒരു പ്രോബ്ലം ഇല്ലല്ലോ അല്ലേ? പ്രോബ്ലംസ് ഉള്ള ഫാക്ടറി നിങ്ങളുടെ ആന്റി നിങ്ങൾക്ക് കാണിച്ചു തരും. കിരൺ, പറയൂ സർ. ഇവരുടെ കൂടെ പോയി ഫാക്ടറി മുഴുവനും കാണിക്കേ. ചെല്ലേ. ഓക്കെ സർ. വൈകിട്ടാ. നിങ്ങൾ പോയി കണ്ടിട്ട് വരൂ, ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വരാം. ഇറ്റ്സ് ഓക്കെ ആന്റി. പ്ലീസ് വരൂ സർ. നാളെ രജിസ്ട്രേഷൻ കഴിഞ്ഞാൽ ഉടനെ എന്റെ കമ്മീഷൻ മറന്നു പോവില്ലല്ലോ അല്ലേ? സ്വന്തം മരുമോന്റെ അടുത്ത് തന്നെ എന്ത് കമ്മീഷൻ മാഡം? ഇത് ചൂതുകളിയാ. ഇവിടെ ബന്ധവും സ്വന്തവും ഒന്നുമില്ല. ശരി മാഡം, മൊത്തം എമൗണ്ടും എൻ്റെ അക്കൗണ്ടിൽ വന്ന ഉടനെ
മാഡത്തിന്റെ ബ്രോക്കർ ചാർജ് ഞാനങ്ങ് തന്നേക്കാം. ഓക്കെ. ഇതാണ് സി ബ്ലോക്ക് സർ. അവസാനത്തെ യൂണിറ്റ് ഇതാണ്. എല്ലാരും വളരെ ശ്രദ്ധയോടെ ഒന്ന് കേൾക്കുക. നാളെ മുതൽ ഞങ്ങളാ നിങ്ങളുടെ പുതിയ മുതലാളിമാര്. നിങ്ങളുടെ ജോലിക്കുള്ള ശമ്പളം തരുന്നത് ഞങ്ങളായിരിക്കും. അതുകൊണ്ട് ഞങ്ങൾ പറയുന്ന പോലെ നിങ്ങൾ കേട്ടിരിക്കണം. അതിന് അഗൈൻസ്റ്റ് ആരെങ്കിലും പെരുമാറിയ ആ നിമിഷം പിന്നെ നിങ്ങൾക്ക് ഇവിടെ ജോലി കാണില്ല. ഒരു എക്സ്പ്ലനേഷൻ ചോദിക്കാതെ അപ്പൊ തന്നെ പറഞ്ഞുകൂടെ വിടുന്നു. പറഞ്ഞത് മനസ്സിലായല്ലോ അല്ലേ? എല്ലാവരും വളരെ കൃത്യമായിട്ട് മര്യാദയ്ക്ക് ജോലി ചെയ്യണം. ഞങ്ങൾക്കെതിരായി സംസാരിച്ചാലോ ജോലിയിൽ എന്തെങ്കിലും തട്ടിപ്പ് കാണിച്ചാലോ എല്ലാത്തിനെയും ഫാക്ടറിക്ക് പുറത്താക്കും. നിങ്ങളുടെ ജീവിതം ഇനി മുതൽ ഞങ്ങളുടെ ദയയിലായിരിക്കും എന്നുള്ള കാര്യം മറന്നു പോരുത്. ഞങ്ങളുടെ വാക്കുകൾ അനുസരിച്ചാൽ നിങ്ങൾക്ക് കൊള്ളാം, അല്ലെങ്കിൽ ദുഃഖിക്കേണ്ടി വരും. ഇനി ഏതെങ്കിലും സ്ഥലം കാണിക്കാനുണ്ടോ? ഇല്ല സർ. ശരി, വാ പോകാം. ഇങ്ങനെ തന്നെയാണ് നമ്മൾ എങ്ങനെയാണ് ഞങ്ങൾ ഇവിടുത്തെ വർക്കേഴ്സ് ആണോ അതോ അവരുടെ അടിമകളാണോ? ഫാക്ടറി വിലക്ക് വാങ്ങിയെന്ന് പറഞ്ഞ് എന്താ കൊമ്പ് വളയ്ക്കോ? നമ്മളില്ലെങ്കിൽ ഈ കമ്പനി തന്നെ ഇല്ല. അതൊക്കെ അവർക്ക് വൈകാതെ തന്നെ മനസ്സിലായിക്കോളും. മനസ്സിലായില്ലെങ്കിൽ മനസ്സിലാകുന്ന പോലെ ചെയ്യും. നിങ്ങളെല്ലാരും പോയി ജോലി നോക്ക്. ശരി. ഈ ഫാക്ടറിയിലേക്ക് തന്നെയാണല്ലോ ഞാൻ വന്നത്. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? ഇവിടെ നിൽക്കണോ അതോ വേറെ ഫാക്ടറി നോക്കണോ? ഏട്ടനും അഖിലും എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? എടുത്തു ചാടി ഇവർക്ക് സ്വത്തും കൊടുത്തു പോയല്ലോ. അതെല്ലാം ഇവർ നശിപ്പിച്ചു കളയെന്നാ തോന്നുന്നത്. ഗുഡ് മോർണിംഗ് മാഡം. എന്താ ലേറ്റ്? സമയം എത്രയാണെന്നറിയോ? ജോലി ചെയ്യാൻ വന്നതോ അതോ ഷോപ്പിംഗ് ചെയ്യാൻ വന്നതോ? സോറി മാഡം, ഞാൻ കുറച്ച് ലേറ്റ് ആയിപ്പോയി. ഇനി മേലിൽ ഇത് ആവർത്തിക്കരുത്. ഇതാരാ? ഈ ചേച്ചിയുടെ പേര് വസുന്ധര. നമ്മുടെ ബൊട്ടിക്കിൽ ജോലി ചെയ്യാൻ വന്നതാ മാഡം. നമസ്കാരം മാഡം. കൊടുത്തേക്ക്, എല്ലാവർക്കും നീ തന്നെ ജോലി കൊടുത്തേക്ക്. ഇത് നിന്റെ ബൊട്ടീക്കല്ലേ, ഞാൻ വീട്ടിലേക്ക് പോയിക്കോളാം. അയ്യോ മാഡം, അവളെ ഒന്നും പറയരുത്. എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. അപ്പൊ സഹായം ചെയ്യാമോന്ന് ചോദിച്ചു. അപ്പൊ മാഡത്തോട് റിക്വസ്റ്റ് ചെയ്യാന്ന് ഇവള് പറഞ്ഞു. ഇതിനു മുന്നേ എവിടെയെങ്കിലും ജോലി ചെയ്തിട്ടുണ്ടോ? ഞാൻ വേറെ ജോലിയൊന്നും ചെയ്തിട്ടില്ല. നിനക്ക് എന്ത് ചെയ്യാൻ അറിയാം? സ്റ്റിച്ച് ചെയ്യാൻ അറിയാം, പിന്നെ പീക്കോ ഫോൾസ്, എംബ്രോയിഡറി വർക്കും ചെയ്യാൻ അറിയാം. ഇതെല്ലാം എവിടെയാ ചെയ്തത്? എന്റെ വീട്ടിൽ തന്നെയാ മാഡം. ഇത് തയ്യക്കടയൊന്നും അല്ല, ബൊട്ടീക്കാണ്. അതിന്റെ അർത്ഥം എന്താണെന്നറിയോ? അറിയാം മാഡം. ഇവിടെ എല്ലാം വലിയ നിലയിലുള്ള ആൾക്കാരാ വരുന്നത്. ഇവിടെ വലിയ സെലിബ്രിറ്റീസും എന്റെ കസ്റ്റമേഴ്സ് ആണ്. അവരെന്ത് പറഞ്ഞാലും നിങ്ങൾ കേൾക്കണം. വഴക്ക് പറഞ്ഞാലും നിങ്ങൾ അത് കാര്യമാക്കരുത്. പറഞ്ഞത് മനസ്സിലായോ? ശരി മാഡം. നന്നായിട്ട് ജോലി ചെയ്യണം, കൃത്യസമയത്ത് വരണം. ലീവും അഡ്വാൻസ് ഒന്നും ചോദിക്കാൻ പാടില്ല. ഇവിടെ ജോലി ചെയ്യണമെങ്കിൽ അടക്കോ ഒതുക്കത്തോട് വേണം ചെയ്യാൻ. ചെയ്തോളാം മാഡം. പോയി ആ മെഷീൻ എല്ലാം ക്ലീൻ ചെയ്. അപ്പോ എനിക്കിവിടെ ജോലി കിട്ടിയതുപോലെ അല്ലേ മാഡം? അതുകൊണ്ടല്ലേ നിന്നോട് ജോലി പറഞ്ഞത്. ചെല്ല്. താങ്ക് യു മാഡം. താങ്ക് യു സോ മച്ച് മാഡം.
ചേച്ചി രാധേ, ഇത് വസുന്ധര ചേച്ചി. ഹലോ ചേച്ചി. ഇങ്ങ് തന്നോ. ഒന്നും വിചാരിക്കില്ലേ ചേച്ചി, ഞങ്ങളുടെ മാഡം കുറച്ച് ദേഷ്യക്കാരിയാ. നിങ്ങളുടെ ഓണറല്ല, ഇപ്പൊ നമ്മുടെ ഓണറാ. എങ്ങനെയാ ചേച്ചി എല്ലാം ഇങ്ങനെ സിമ്പിളാ എടുക്കുന്നേ? അവരുടെ ദേഷ്യം കണ്ടിട്ട് ചേച്ചി ജോലിക്ക് വരില്ലെന്ന് ഞാൻ വിചാരിച്ചേ. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ജോലി ചെയ്യുക എന്നല്ലാതെ മാറി നിൽക്കാനൊന്നും കഴിയില്ല പത്മേ. എന്റെ അവസ്ഥ അങ്ങനെയാണ്. ചേച്ചിയെ കണ്ട വലിയ വീട്ടിലെ പെണ്ണാണെന്ന് പറയുമല്ലോ. എങ്ങനെയാ ചേച്ചി ഇങ്ങനൊരു അവസ്ഥയിൽ വന്നേ? കഷ്ടങ്ങൾ നമ്മളോട് പറഞ്ഞിട്ട് വരില്ല, പക്ഷേ ചില സമയത്ത് നമ്മൾ തന്നെ കഷ്ടപ്പാടുകൾ വിളിച്ചു വരുത്തി വെക്കും പത്മ. എനിക്കൊന്നും മനസ്സിലായില്ലേ ചേച്ചി. അതൊക്കെ മനസ്സിലാവാത്തതാ നല്ലത്. അല്ല, ചേച്ചി ഇവിടെ ജോലിക്ക് വരുന്ന കാര്യം ചേച്ചിയുടെ ഭർത്താവിനോട് പറഞ്ഞായിരുന്നോ? ഇല്ല. ഇതറിഞ്ഞാൽ ഏട്ടൻ എന്താ പറയുന്ന എനിക്കറിയില്ല. പിന്നെ അത് പറയാതിരുന്ന വലിയ പ്രശ്നമാവില്ലേ ചേച്ചി? സാവധാനത്തിൽ ഇതൊക്കെ പറയാം. തൽക്കാലത്തേക്ക് ഏട്ടന് മാത്രം ശമ്പളം നമുക്ക് മതിയാവില്ല. ഞാനും ജോലിക്ക് പോയേ പറ്റൂ. എനിക്ക് ചേച്ചിയെ കാണുമ്പോ വിഷമം തോന്നുന്നു ചേച്ചി. പക്ഷെ എനിക്ക് നിന്നെ കാണുമ്പോൾ സന്തോഷം തോന്നുക. നീ എനിക്ക് ജോലി വാങ്ങി തന്നില്ലേ? താങ്ക് യു പത്മ. അവിടെ എന്താ ഒരു സംസാരം? മര്യാദയ്ക്ക് ജോലി ചെയ്യാൻ നോക്ക്. ശരി മാഡം. ഒരുപാട് താങ്ക്സ് ആന്റി. ഇത്രയും നാളെ ഞങ്ങൾ ഇങ്ങനെ എൻകറേജ് ചെയ്യാൻ ആരും ഉണ്ടായിരുന്നില്ല. ഇവിടെ ചിലരൊക്കെ ഉണ്ട്, ഞങ്ങൾ ഉയരാൻ ശ്രമിക്കും തോറും നേരെ പിടിച്ച് താഴേക്കിടും. അവർക്ക് ഇങ്ങനെ ഞങ്ങൾ നിൽക്കുന്നത് അത്ര ഇഷ്ടപ്പെടില്ല ഇളയമ്മേ. പെർമനന്റ് ആയി ഏതെങ്കിലും ഒരു ഓഫീസില് വല്ല ക്ലർക്കോ പിയണോ ആയി ജോലി നോക്കാൻ പറഞ്ഞു വിട്ടേനെ. അമ്മേ, ഭക്ഷണം കഴിക്കാൻ വരൂ അമ്മേ. എനിക്ക് വേണ്ട ഭവനെ. വേണ്ടെന്ന് പറഞ്ഞാൽ എങ്ങനെയാ അമ്മേ? അമ്മ സമയത്ത് കഴിക്കണം. ടാബ്ലറ്റ് കഴിക്കാനുള്ളതാ. ഇല്ലെങ്കിൽ അമ്മയുടെ ആരോഗ്യം ഇല്ലാതാകും. ഞാൻ ജീവിച്ചിരുന്നിട്ട് ആർക്കാ പ്രയോജനം ഭാവനെ? ഇത്രയും നാള് കുട്ടികളെന്ന് പറഞ്ഞ് ഒരുപാട് സ്നേഹിച്ചു. ഇപ്പോ അവരുടെ പ്രവൃത്തികളൊക്കെ കാണുമ്പോ ഇവരെന്റെ വയറ്റിൽ എങ്ങനെ ജനിച്ചു എന്ന് തോന്നുക. എന്നെ കാണുമ്പോ എനിക്ക് തന്നെ വെറുപ്പ് തോന്നുക. ഇവരെ പ്രസവിക്കാതെ ഒരമ്മയാകാതിരുന്നാ മതിയായിരുന്നു. പാവ അബി അവന്റെ സ്വത്ത് മുഴുവൻ ഇവർക്ക് കൊടുത്തിട്ട് കുറച്ച് ഡ്രസ്സുകളും എടുത്ത് വസുവിനെയും കുട്ടികളെയും കൂട്ടി ഇവിടുന്ന് ഇറങ്ങിപ്പോയി. ശരിക്കും അവനൊരു ദേഹുവാ. സ്വത്ത് കിട്ടിയ ഇവര് നല്ലവരായി മാറുമെന്നും സമാധാനമായിട്ട് ജീവിക്കുമെന്നും കരുതി. സത്യം പറഞ്ഞ ഞാൻ പോലും ഇവർക്ക് സ്വത്ത് കിട്ടണോന്ന് ആഗ്രഹിച്ചത്. സ്വത്ത് കിട്ടിക്കഴിയുമ്പോ ഇവരുടെ സ്വഭാവം ആകെ മാറുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല. ഞാനും ഏട്ടന്റെ കൂടെ പോയാ മതിയായിരുന്നു. എങ്കിൽ ഈ അവസ്ഥയൊന്നും കാണേണ്ടി വരില്ലായിരുന്നു. അച്ഛനും ഇവിടെ ഇല്ലാതെ അമ്മയും ഇല്ലാതെ ഇവരെ നിയന്ത്രിക്കുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അമ്മ ഇവിടെ തന്നെ ഉണ്ടാവണം. ഞാനിവിടെ ഉണ്ടായിട്ടും എനിക്ക് എന്ത് ചെയ്യാൻ കഴിഞ്ഞു ഭാവനെ? അവരെന്റെ വാക്ക് കേൾക്കുന്നുണ്ടോ? അവര് രണ്ടുപേരും എന്നെ അവഗണിച്ച് കാർത്തികയുടെ അമ്മയെ തലയിലേറ്റി വെച്ചിരിക്കുക. ആവശ്യമില്ലാത്ത അത്യാഗ്രഹവും ആഡംബരവും ഒക്കെ കാണിച്ച് ഇവരെ വശത്താക്കി അവര്. ഇവരിവിടെ സുഖമായിട്ട് ജീവിക്കുന്നു. പാവം അഭയും വസുവും എങ്ങനെയാണോ കഴിയുന്നത്?
അവരെവിടെയായിരുന്നാലും സന്തോഷത്തോടുകൂടി ഇരിക്കും അമ്മേ. സമാധാനത്തോടെ, സന്തോഷത്തോടെ. എനിക്കവരെ ഒരു തവണ ഒന്ന് കാണണമെന്നുണ്ട് ഭവനെ. പോയി കണ്ടിട്ട് വന്നാലോ? അത് തന്നെയാണ് ഞാനും അമ്മയോട് പറയണമെന്ന് കരുതിയത്. അമ്മ ഭക്ഷണം കഴിച്ചിട്ട് നമുക്ക് പോവാം. അവരെ കണ്ടിട്ട് വന്നതിന് ശേഷം കഴിക്കാം ഭവനെ. വാ പോകാം നമുക്ക്. അമ്മായിയമ്മയും മരുമോളും കൂടി എങ്ങോട്ടോ പോവാണെന്ന് തോന്നുന്നു. അബിയെയും വസുവിനെയും കാണാൻ വേണ്ടിട്ട് ഞങ്ങൾ പോവാം. എന്ത്? അവരെ കാണാൻ നിങ്ങൾ പോകുന്നോ? അങ്ങനെയൊന്നും നിങ്ങൾക്ക് പോവാൻ പറ്റില്ല. ഏട്ടത്തി എന്നെ തടയാറായോ? അയ്യോ, അങ്ങനെയല്ല എടുത്തി. നിങ്ങൾ ഈ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാതെ ഭദ്രമായിട്ട് നോക്കിക്കൊള്ളണോന്ന് എന്റെ മരുമക്കൾ രണ്ടുപേരും പറഞ്ഞിട്ടാ പോയിരിക്കുന്നേ. അപ്പോ എന്നെ ഈ വീട്ടിനകത്ത് പൂട്ടിയിടാന്നാണോ കരുതിയേ? ഇല്ലമ്മേ, അമ്മയ്ക്ക് ഇവിടെ ഞങ്ങളോടൊപ്പം സമാധാനത്തോടെ ജീവിക്കാം. അല്ലാതെ അവരുടെ അടുത്ത് പോയി ആ ദാരിദ്ര്യത്തിൽ ചെന്ന് ചാടണ്ട. ആരാടാ ദരിദ്രന്മാര്? നിനക്കൊക്കെ ഉള്ള ഐശ്വര്യം തന്നിട്ട് എല്ലാ കഷ്ടതകളും സഹിക്കുന്നവരോ? ദാനമായി കിട്ടിയ സ്വത്ത് സ്വന്തം ഇഷ്ടത്തിന് ദൂർത്തടിക്കുന്ന നിങ്ങളാ. സ്വത്ത് ഞങ്ങൾ നശിപ്പിക്കൊന്നും ചെയ്തില്ലല്ലോ അമ്മേ. ഇതെല്ലാം 2 മടങ്ങാക്കും. ഞങ്ങൾ എത്ര ഉയരത്തിലേക്കാ പോകാൻ പോകുന്നതെന്ന് അമ്മ വൈകാതെ എന്നെ മനസ്സിലാക്കും. നിങ്ങൾ ഉയരാനൊന്നും പോകുന്നില്ലടാ, പാതാളത്തിലേക്ക് താഴും. നാൾക്ക് നാൾ അധോഗതി ഉണ്ടാവും. മനുഷ്യത്വം നിങ്ങൾ മറക്കുകയാണ്. മനുഷ്യരായിട്ട് ജനിച്ച് മൃഗങ്ങളായിട്ട് മാറുകയാണ്. അമ്മയോ അച്ഛനെ പോലെ വലിയ പ്രഭാഷണമൊന്നും നടത്തണ്ട. അമ്മ അബിയെ കാണാൻ പോകാൻ പാടില്ല. ഞങ്ങൾക്ക് അത്രേ പറയാനുള്ളൂ. അമ്മ റൂമിലേക്ക് വെക്കോ. പോകുന്നെങ്കിൽ അച്ഛൻ്റെ അടുത്തേക്ക് പൊക്കോണം, അല്ലെങ്കിൽ ഞങ്ങളുടെ കൂടെ ഇരിക്കണം. അബിയുടെ അടുത്തേക്ക് പോകാൻ ഞങ്ങൾ സമ്മതിക്കില്ല. സ്വന്തം അമ്മയെ തന്നെ ധിക്കരിക്കുകയാണോ നിങ്ങള്? സത്യത്തിൽ നിങ്ങൾ മക്കളൊന്നുമല്ല, നിങ്ങൾ ക്രൂര മൃഗങ്ങളാണ്. ആദ്യം നീ ഭർത്താവിനെ ബഹുമാനിക്കാൻ പഠിക്കടി. അല്ലാതെ വായി തോന്നിയെ വിളിച്ചു പറഞ്ഞോ ഓടിച്ച് പല്ല് ഞാൻ താഴെയിടും. കേറി പൊടിയകത്ത്. ശരിക്കും നിങ്ങളുടെ കഷ്ടകാലം തുടങ്ങിക്കഴിഞ്ഞു. അതൊക്കെ അങ്ങ് വിട്ടേക്ക്. പോയ കാര്യം എന്തായടാ? ഫാക്ടറി വാങ്ങിച്ചോടാ? എല്ലാ കാര്യങ്ങളും സംസാരിച്ചു. ഓൾമോസ്റ്റ് വാങ്ങിയതുപോലെ തന്നെയാ. അങ്ങനെയെങ്കിൽ നിങ്ങൾ രണ്ടാളും പ്രൊപ്പറേറ്റേഴ്സ് ആയല്ലേ? പിന്നെന്താ സീറ്റ്സ് ഒന്നും വാങ്ങിച്ചു വരാഞ്ഞേ? എന്തിന്? സ്വീറ്റ്സ് കഴിച്ച് വീണ്ടും ഉരുളാനോ? ഫാക്ടറി ഓപ്പൺ ആവട്ടെ, അപ്പൊ വാങ്ങിത്തരാം. അല്ല, നിങ്ങൾ രണ്ടാളും വന്നു. കാർത്തികയെ അവളുടെ അമ്മ എവിടെ? അവർ രണ്ടുപേരും ഷോപ്പിങ്ങിന് പോയിരിക്കലേ അമ്മേ. അതിനിടയ്ക്ക് കാർത്തിക ഷോപ്പിങ്ങിനും പോയോ? കള്ളി പെണ്ണു, എന്നെ കൂട്ടിട്ട് പോവാതെ ഒറ്റയ്ക്ക് പോയിരിക്കുന്നവള്. മോം കാർ നിർത്തിക്കേ. ഇവിടെ എന്തിനാ ബേബി നിർത്താൻ പറഞ്ഞേ? എന്റെ ഫ്രണ്ട് പറഞ്ഞിരുന്നു ഈ ബൊട്ടിക്കിലെ ഡ്രസ്സൊക്കെ അടിപൊളിയാണെന്ന്. സ്വത്ത് കൈ കിട്ടിയ ഉടനെ ഷോപ്പിംഗ് ഭ്രാന്ത് തുടങ്ങിയല്ലേ? പിന്നല്ലാതെ, ഇതുവരെ ആയിരുന്നതുപോലെ അഖിൽ ജോലിയില്ലാത്തവനല്ലല്ലോ ഇപ്പോ ഒരു ഫാക്ടറിയുടെ പ്രൊപ്പറൈറ്റർ ആണ്. അവരുടെ സ്വത്ത് മൊത്തം തൊലയ്ക്കാൻ എന്റെ ബേബി ഒരുത്തി മതി. ശരി വാ ബേബി, എനിക്കും കൂടി ഒരു നല്ല സാരി വാങ്ങിച്ചതാ. ഷ്യോർ മോം, വാ. നമസ്കാരം മാഡം, വരൂ, ഇരിക്കൂ. എന്താ വേണ്ടത് മാഡം? എനിക്കൊരു ഡിസൈനർ ഡ്രസ്, പിന്നെ എന്റെ മോമിന് നല്ലൊരു സാരിയും വേണം. ഷുവർ മാം. ദേ നോക്ക്, ഇവിടെ വാ. കസ്റ്റമേഴ്സ് വന്നിട്ടുണ്ട്. അവർക്ക് എന്ത് ആവശ്യം ഉണ്ടായാലും കൂടെ നിന്ന് കാണിച്ചു കൊടുക്കും.
നന്നായിട്ട് കുടുങ്ങിയല്ലോ. എന്തു പറ്റി കല്ല് പോലെ ഇങ്ങനെ നിൽക്കുന്നേ? എന്താ പറഞ്ഞൊന്നും കേട്ടില്ലേ? യെസ് മാഡം. ഇവളെ പുതിയതായിട്ട് ജോലിക്ക് എടുത്തിരിക്കുകയാണോ? അതെ മാം, ഇന്നാ ജോയിൻ ചെയ്തത്. ആരാണ് എന്താണെന്നൊക്കെ അന്വേഷിച്ചിട്ടാണോ ജോലിക്ക് എടുത്തിരിക്കുന്നത്? ഐ മീൻ, ഇവൾ ആരാണ്, എവിടെ നിന്ന് വന്നിരിക്കുന്നു, ഇവളുടെ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്നൊക്കെ ചെക്ക് ചെയ്തിട്ടുണ്ടോ? അതൊന്നും എനിക്കറിയില്ല മാഡം. ഞങ്ങളുടെ ഇവിടെ ബൊട്ടിക്കിൽ ജോലി ചെയ്യുന്ന ഒരാൾ കൂട്ടിക്കൊണ്ട് വന്നതാ. ഇവളുടെ മുഖം കണ്ടിട്ട് ദരിദ്രവാസിയാണെന്നാ തോന്നുന്നേ.